നല്ല മൊരിഞ്ഞ ഉഴുന്നുവടൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉഴുന്നുവടയാണ് കേട്ടോ. നല്ല മൊരിഞ്ഞിട്ട് അടിപൊളി സൂപ്പർ ഉഴുന്നുവടയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം കേട്ടോ. ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂറോളം കുതിർത്തിയെടുക്കണം. അതിന് ശേഷം 2 ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുമിച്ചിട്ട് അരക്കരുത്, 2 ബാച്ചാക്കി അരക്കണം, എന്നാലും നമുക്ക് കറക്റ്റ് ഒരു പരിവായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ച് കൊടുക്കണം. ഞാൻ 3 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബാച്ചിന് 3 ടീസ്പൂൺ വെള്ളം. ഉഴുന്ന് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരിത്തിരി മാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിത് രാത്രിയിൽ തന്നെ അരച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് രാവിലെ ചുട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഉഴുന്നുവടനേക്കാളും ഇതുപോലെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കേട്ടോ. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും ഈ ഒരു വട ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചെറിയൊരു സവാള കട്ട് ചെയ്തതും അതുപോലെ ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ അതിലേക്ക് ചതച്ച 1 ടീസ്പൂൺ കുരുമുളകും അതുപോലെ 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. വറ്റൽമുളക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി, എന്നാലും ഒരു ടേസ്റ്റാണ് ചേർത്ത് കൊടുത്താൽ. അതുകൊണ്ട് ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങോട്ട് വേഗത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉഴുന്നുവട ഫ്രൈ ആക്കി എടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം അതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് അത് അരിപ്പൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ചെയ്തതിനേക്കാളും ഒരു ഈസി ആയിട്ട് ഇങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു ഈസി ആയിട്ട് തോന്നി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് എണ്ണയിലേക്ക് ഇടാനും പറ്റുന്നുണ്ട്, ഒട്ടി പിടിക്കൊന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ചെയ്താൽ. അപ്പോൾ നമ്മളത് സിമ്മിൽ ഇട്ടിട്ട് വേണ്ടത് ഫ്രൈ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളിൽ കുക്കായി കിട്ടൂല. അപ്പോൾ അത് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു, നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.